ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ പഴയ തലമുറക്കാർക്ക് പറമ്പിലൊക്കെ പണി ചെയ്ത് തളർന്നു വരുമ്പോൾ ശരീരത്തിൻ്റെ തളർച്ച മാറ്റാനായിട്ട് ഒരു ഗ്ലാസ് മോരിൽ കാന്താരി മുളകും കറിവേപ്പിലയും ഉപ്പും ഞെരടി ചേർത്ത് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പണ്ട് വഴിയരികിലെ ചെറിയ കടകളിൽ മോരും വെള്ളമൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത്രയും മോരും വെള്ളം വിൽപ്പനയൊന്നുമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കി കുടിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. ഇവിടെ കൊച്ചിയിൽ ചൂട് കാരണം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിവസവും എന്തെങ്കിലുമൊക്കെ നമ്മൾ ജ്യൂസുകളോ മോരും വെള്ളമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. കാര്യം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ജ്യൂസുകളിലൊരു പരീക്ഷണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും വ്യത്യസ്തങ്ങളായ ജ്യൂസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസം ഡ്രാഗൺ ഫ്രൂട്ട് ഉപയോഗിച്ചിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി. മോരും വെള്ളം ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇടത്തരം പുളിയുള്ള തൈര് ഞാനിവിടെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുകയാണ്. തൈരിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. അതേപോലെ തന്നെ 2 കഷ്ണം ഇഞ്ചി വേണം. അത് ചീകിയെടുത്ത് വയ്ക്കുക. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടത്. പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നത് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ കൂടി അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുമായിരുന്നു. അതിനുശേഷം നമ്മൾ മോരിലിട്ടിട്ട് ഇളക്കിയെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇഞ്ചി കൊളസ്ട്രോളിന് വളരെ നല്ലതാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഉള്ളിയുടെ ഗുണങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. തീർച്ചയായിട്ടും അത് കാണാത്തൊരു കാണുക. അത്രയും വിശേഷപ്പെട്ട ഗുണങ്ങളുള്ള ഒന്നാണ് ഉള്ളി. പിന്നെ കറിവേപ്പിലയാണെങ്കിൽ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്. മുടി നന്നായിട്ട് ആരോഗ്യത്തോടെ വളരാനായിട്ട് ധാരാളം കറിവേപ്പില നമ്മൾ കഴിക്കുക തന്നെ വേണം. കറിവേപ്പില സാധാരണ നമ്മൾ കറികളിലൊക്കെ ഇട്ടാൽ അത് കളയുകയാണ് പതിവ്. അപ്പോൾ ഞാൻ ഈ ഉള്ളിയും ഇഞ്ചിയും ഒന്നും പോകാത്ത രീതിയിലാണ് ഞാനിന്ന് മോരുണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അരിഞ്ഞിട്ട് കഴിച്ചാൽ പലപ്പോഴും ഇതിൻ്റെ ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നമ്മൾ കളയുകയാണ് പതിവ്. അതിൻ്റെ സത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, എന്നാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടത് കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ ചെയ്യുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇത്തിരി ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് മോര് ഇതിലേക്ക് ചേർത്ത് അടിക്കാം. ഇനി നമുക്ക് മോരും വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിത് വെറുതെ കുടിക്കുന്നതല്ല കേട്ടോ, ഒത്തിരി ഗുണങ്ങളുണ്ട്. ദഹനശക്തി വർദ്ധിപ്പിക്കാനായിട്ട് മോരും വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം വേനലിൽ നമ്മൾ എളുപ്പം ദഹിക്കുന്ന ആഹാരം മാത്രമേ കഴിക്കാവൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തിരി കടുപ്പമുള്ള ആഹാരമൊക്കെ കഴിച്ചാൽ തീർച്ചയായിട്ടും മോരും വെള്ളം കുടിക്കുകയാണെങ്കിൽ ദഹിക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. കഴിവതും വേനൽക്കാലത്ത് പച്ചക്കറികൾ ശീലമാക്കാനായിട്ട് ശ്രമിക്കുക. അയൺ അടങ്ങിയ ഒന്നാണ് നമ്മുടെ ഈ മോരും വെള്ളം. അതുകൊണ്ട് തന്നെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ കാൽസ്യം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. എല്ലുകൾ, പല്ലുകൾ, ഇതിൻ്റെ എല്ലാം ആരോഗ്യത്തിന് നല്ലതാണ്. വെയിലത്ത് പോകുന്നവർക്ക് സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത ഏറെയുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കാനും അതുപോലെ നമ്മുടെ ശരീരം തണുത്തിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ മോരും വെള്ളം കുടിക്കുക. അപ്പോൾ സ്കിൻ പ്രോബ്ലംസൊക്കെ വരുന്നത് തടയാനും സാധിക്കും. അപ്പോൾ പലർക്കും ഒരു സംശയം തോന്നും, ചേച്ചി മോരിൽ കൊഴുപ്പില്ലേ, കൊളസ്ട്രോൾ വരില്ലേ എന്നൊക്കെ. അപ്പോൾ ആ പേടിയൊന്നും വേണ്ട. നമ്മൾ പാട മാറ്റിയ പാൽ ഉപയോഗിച്ചിട്ട് തൈരുണ്ടാക്കുക. അപ്പോൾ തൈരുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആവശ്യമെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ മോരും വെള്ളം ഈ വേനൽക്കാലത്ത് ഉണ്ടാക്കി കുടിക്കുക. തീർച്ചയായിട്ടും കുട്ടികളിത് അമ്മമാരോടൊക്കെ പറയുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി തരും. നമ്മളിത് മറന്നിരിക്കുന്നൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ. ഇനി നിങ്ങൾ ഏത് രീതിയിലാണ് മോരും വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അച്ചാറൊക്കെ ചേർത്ത് മോരും വെള്ളം ഉണ്ടാക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല.
നാരങ്ങാച്ചാറൊക്കെ ഇതിൽ ചേർക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് തന്നെയാണ്. അപ്പോൾ ആ പേജിലെ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.